നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണപ്രേമികളായ മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള പുതിയ വ്യാപാര കരാറിൽ നിന്ന് സ്വർണത്തെ ഇന്ത്യ മാറ്റി നിർത്തിയേക്കും എന്നതാണത്. സിമ്പിളായി പറഞ്ഞാൽ, ഗൾഫിൽ നിന്ന് കുറഞ്ഞ പണിക്കൂലിയും നികുതിയിലും സ്വർണം ഒഴുകിയെത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇത് നമ്മുടെ സ്വർണ്ണ വിപണിയെ എങ്ങനെ ബാധിക്കും? വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുമോ അതോ കുറയുമോ? പ്രവാസികൾക്ക് ഇതിലെന്തെങ്കിലും ആശങ്കപ്പെടാനുണ്ടോ? ഇതെല്ലാം നമുക്ക് ഇന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ പുതിയ നീക്കം എന്ന് നോക്കാം. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് തുടക്കമിട്ടിരിക്കുകയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഇതിലുള്ളത്. സാധാരണ ഇത്തരം കരാറുകൾ വരുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി കുറയാറാണ് പതിവ്. എന്നാൽ സ്വർണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊരു വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കുക. ഗൾഫിൽ നിന്ന് വൻതോതിൽ കുറഞ്ഞ നികുതിയിൽ സ്വർണം എത്തിയാൽ അത് ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരികളെയും ജ്വല്ലറി ഉടമകളെയും പ്രതികൂലമായി ബാധിക്കും. രണ്ട്, വ്യാപാര കമ്മിയോടുള്ള പേടി. നമ്മൾ വൻതോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത് വലിയൊരു തുകയാണ്. അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്ര നല്ലതല്ല. യഥാർത്ഥത്തിൽ UAE-യുമായി ഇന്ത്യ നേരത്തെ തന്നെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. അതിലൂടെ നിശ്ചിത അളവ് സ്വർണം 1% നികുതി ഇളവിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് കാരണം സ്വർണ്ണ ഇറക്കുമതിയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ഏകദേശം 188% വരെ വർധനവ് ഇതിലൂടെ ഉണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത്. സിൽവറിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് 4000%-ലധികമാണ്. ഈ ഒരു അനുഭവം മുന്നിലുള്ളത് കൊണ്ടാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള പുതിയ കരാറിൽ സ്വർണത്തിന് ഇളവ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. ഇനി ഈ തീരുമാനം നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ സ്വർണത്തിൽ പണമിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വാർത്ത വലിയൊരു മാറ്റം വിപണിയിൽ ഉണ്ടാക്കിയേക്കാം. നികുതി ഇളവ് ലഭിക്കില്ല എന്ന് ഉറപ്പാകുന്നതോടെ സ്വർണ്ണവിലയിൽ പെട്ടെന്നൊരു കുറവ് വരാനുള്ള സാധ്യത മങ്ങുകയാണ്. നിലവിൽ സ്വർണത്തിന് ഇന്ത്യയിൽ 6% ഇമ്പോർട്ട് ഡ്യൂട്ടിയാണുള്ളത്. ഇത് കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ്. പ്രവാസികളുടെ കാര്യമെടുത്താൽ അവർക്ക് മറ്റൊരാശ്വാസ വാർത്തയുണ്ട്. 2026-ലെ പുതിയ കസ്റ്റംസ് നിയമങ്ങൾ അനുസരിച്ച് നാട്ടിലേക്ക് വരുന്നവർക്ക് കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് സ്വർണത്തിന്റെ വില നോക്കിയായിരുന്നു പരിധി നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തൂക്കം മാത്രമാണ് മാനദണ്ഡം. 1 വർഷത്തിലധികം വിദേശത്ത് താമസിച്ച സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ ഡ്യൂട്ടിയില്ലാതെ നാട്ടിലേക്ക് കൊണ്ടുവരാം. ഇത് പ്രവാസികൾക്ക് വലിയൊരാശ്വാസമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് കാണുന്നത്. ഫെബ്രുവരി ആദ്യവാരം സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയിരുന്നു. എന്നാൽ ഇന്ന് വിപണിയിൽ വലിയ മാറ്റങ്ങളില്ലാതെയാണ് വ്യാപാരം നടക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 14,134 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം കേരളത്തിൽ നടക്കുന്നത്. ഒരു പവന് ഏകദേശം 1,13,072 രൂപ വരും. 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 15,419 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ കുറവ് മാത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ്. ഡോളറിന്റെ മൂല്യവും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും സ്വർണ്ണവിലയെ ബാധിക്കും. എങ്കിലും ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നത് വിപണിയിൽ വലിയ ഇടിവ് തടയാൻ കാരണമാകും. അതിനാൽ സ്വർണം വാങ്ങാൻ പ്ലാനുള്ളവർ വിപണിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണം ഒരു പ്രധാന ഭാഗമാണെങ്കിൽ അതിനെ ഒരു ദീർഘകാല നിക്ഷേപമായി മാത്രം കാണുക. വില കുറയുന്ന സമയങ്ങളിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്നതാണ് ബുദ്ധി. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരിക്കുന്നവർ വില കുറയുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്വർണ്ണ വിപണിയിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റെന്തെങ്കിലും മേഖലയിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക. സ്വർണ്ണവില വിപണിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി മാറിക്കൊണ്ടിരിക്കും.